നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മൂവാറ്റുപുഴയിൽ വോട്ട് കുറഞ്ഞതുൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുവാൻ ബി.ജെ.പി. ഈസ്റ്റ് ജില്ലാ നേതൃയോഗം മൂവാറ്റുപുഴയിൽ നടക്കും. മണ്ഡലം പ്രസിഡന്റുമാർ, സെക്രട്ടറിമാർ, ജില്ലാ ഭാരവാഹികൾ, മോർച്ച ജില്ലാ പ്രസിഡന്റുമാർ, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ യോഗത്തിൽ പങ്കെടുക്കും. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മൂവാറ്റുപുഴയിൽ വോട്ട് കുറഞ്ഞതുൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ ബി.ജെ.പി. ഈസ്റ്റ് ജില്ലാ നേതൃയോഗം ശനിയാഴ്ച വൈകിട്ട് മൂവാറ്റുപുഴ ജില്ലാ ഓഫീസിൽ ചേരും. മണ്ഡലം പ്രസിഡന്റുമാർ, സെക്രട്ടറിമാർ, ജില്ലാ ഭാരവാഹികൾ, മോർച്ച ജില്ലാ പ്രസിഡന്റുമാർ, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ പങ്കെടുക്കുന്ന യോഗമാണിത്. വൈകിട്ട് 6 നടക്കുന്ന യോഗത്തിൽ വിവിധ വിഷയങ്ങൾ ചർച്ചയാകും. സംഘടനാ പ്രവർത്തനത്തിലെ പ്രശ്നങ്ങളും തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിലെ പോരായ്മകളും, കിഴക്കൻ മേഖലയിൽ 2020 കൂട്ടുകെട്ട് പ്രയോജനം ചെയ്യാത്തതും, വലിയ തോതിൽ വോട്ട് കുറഞ്ഞതും ചർച്ച ചെയ്യപ്പെടും. 30,000 വോട്ട് പ്രതീക്ഷിച്ചിരുന്നിടത്ത് 9,840 വോട്ട് മാത്രമേ നേടാനായുള്ളൂ എന്നത് വലിയ വിമർശനത്തിനിടയാക്കിയിട്ടുണ്ട്. 2021 2020 ഒറ്റയ്ക്ക് മത്സരിച്ചപ്പോൾ കിട്ടിയ 13,535 വോട്ട് പോലും NDA മുന്നണിക്ക് കിട്ടിയില്ല. NDAയ്ക്ക് 2021 7,527 വോട്ട് കിട്ടിയിരുന്നു. ഫലത്തിൽ 2,313 വോട്ട് മാത്രമാണ് NDAയ്ക്ക് കൂടിയുള്ളൂ. ചുരുങ്ങിയത് 20,000 വോട്ടെങ്കിലും 2020 NDA സഖ്യത്തിന് കഴിഞ്ഞ തവണത്തെ കണക്ക് പ്രകാരം കിട്ടേണ്ടിയിരുന്നു. ഈ വോട്ട് എവിടെ പോയി എന്നതാണ് ചോദ്യം. മാത്രമല്ല, കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വാളകം ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിൽ NDA സ്ഥാനാർത്ഥി അരുൺ പി. മോഹന് കിട്ടിയത് 5,114 വോട്ടാണ്. പായിപ്ര, വാളകം പഞ്ചായത്തുകളും മാറാടിയുടെ ചില വാർഡുകളും ഉൾപ്പെട്ടതാണ് വാളകം ഡിവിഷൻ. ഇതിൽ വാളകം പഞ്ചായത്തിൽ മാത്രം അരുണിന് 2,056 വോട്ട് കിട്ടിയപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 2020 NDA സ്ഥാനാർത്ഥി സണ്ണി കടുത്താഴയ്ക്ക് കിട്ടിയത് 987 വോട്ട് മാത്രം. ഇവിടെ മാത്രം 1,063 വോട്ടിന്റെ കുറവ് വന്നു. പായിപ്രയിൽ 1,945 വോട്ട് ജില്ലാ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ കിട്ടിയപ്പോൾ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ 1,262 വോട്ടാണ് കിട്ടിയത്. 683 വോട്ടിന്റെ കുറവ്. മാറാടി പഞ്ചായത്തിൽ 1,113 വോട്ട് അരുൺ നേടിയപ്പോൾ 603 വോട്ട് മാത്രമാണ് സണ്ണി കടുത്താഴയ്ക്ക് കിട്ടിയത്. ബി.ജെ.പിയുടെ ശക്തി കേന്ദ്രമായ വാളകത്ത് പോലും മുന്നണി ഏറെ താഴെ പോയത് വലിയ ചർച്ചയായിട്ടുണ്ട്. പാർട്ടിയുടെ വോട്ട് എവിടെ പോയി എന്നതിനൊപ്പം കൂട്ടായ പ്രവർത്തനത്തിലെ വീഴ്ചകളും നേതാക്കൾക്കെതിരെ ഉയർന്നിരിക്കുന്ന ആരോപണങ്ങളും ചർച്ചയാകും. ഒരു കുടുംബത്തിനാവശ്യമായ എല്ലാ വസ്ത്രങ്ങളും ഹോൾസെയിൽ വിലയിൽ ഇപ്പോൾ സ്വന്തമാക്കാം. ഇന്ന് തന്നെ സന്ദർശിക്കൂ A1 ടെക്സ്റ്റൈൽസ്, നെഹ്റു പാർക്ക്, മൂവാറ്റുപുഴ.